ഏറെ പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഭാരവാഹികൾ, ഭഗത് സിംഗ് രക്തസാക്ഷി ദിനം ഈ സെഷൻ കൈകാര്യം ചെയ്യുന്ന ചുമതലപ്പെട്ട സഖാക്കൾ, നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധവും കായ്വൽക്കരണവുമായി നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഇടതുപക്ഷ അനുകൂലമായ ഒരു രാജ്യത്തെ സ്വപ്നം കാണുന്ന ഈ ഗ്രൂപ്പിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെ, ഒരു SFI പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനബോധമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാടും നവമാധ്യമ കാലത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഈ കാലത്ത് നവമാധ്യമ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുന്ന വേദികളാണ് ഇത്തരം സംഗമങ്ങളും കൂട്ടായ്മകളും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ശക്തമായ ഇടതുപക്ഷ മാധ്യമ സംവിധാനങ്ങളാണ് ഇന്നത്തെ കാലത്ത് കള്ളപ്രചരണങ്ങളെയും കുപ്രചരണങ്ങളെയും തകർത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ മറ്റൊരു കശാപ്പുശാലയിലും അറവ് ചെയ്യപ്പെടുന്ന അറവുമാടുകളെ പോലെ നവമാധ്യമ മുറികളിൽ കയറി റിപ്പോർട്ടർമാർ ഇടതുപക്ഷ വിരുദ്ധമായ കാഴ്ചപ്പാട് നിരന്തരം പറയുകയും അത്തരം നവമാധ്യമ മുറികളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോലും തെറ്റായ ചർച്ചകളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് ഇത് തെറ്റാണെന്നും നിങ്ങളുടെ ഈ പ്രചരണമെല്ലാം ഞങ്ങൾ പൊളിക്കുമെന്നും ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഓരോ തെറ്റായ കള്ളപ്രചരണങ്ങളെയും പൊളിച്ചെഴുതുന്നതിൽ നവമാധ്യമ കൂട്ടായ്മയുടെ പങ്ക് ചെറുതല്ല. അങ്ങനെയുള്ള ഈ കാലത്താണ് ഇത്തരം ആശയ കരുത്തു പകരുന്ന ഭഗത് സിംഗ് രക്തസാക്ഷി ദിനം പോലെയുള്ള മറ്റു സെമിനാറുകൾ പോലെയുള്ള വിഷയങ്ങൾക്കകത്ത് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ് നവമാധ്യമ സംവിധാനത്തിലൂടെ വലിയ ഒരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചത് ഈ ഇടതുപക്ഷം ഹൃദയപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഹരിസഖാവാണ്. ഹരിസഖാവ് ഇത് ക്ഷണിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ചോദിച്ചു, എന്താണ് പൊതുവേ ഈ ഗ്രൂപ്പിൻ്റെ സ്വഭാവം, എങ്ങനെയാണ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെയൊക്കെ രീതികൾ, അവരുടെയൊക്കെ സവിശേഷമായ രീതികൾ എന്താണ് എന്നൊക്കെ ഞാൻ സംവദിക്കുന്ന ഘട്ടത്തിൽ വളരെ ആകൃഷ്ടരാകുന്ന, ഈ ഗ്രൂപ്പിലേക്ക് എനിക്കും കൂടിയും എങ്ങനെ അംഗമാവാൻ വേണ്ടി കഴിയും എന്നുള്ള രീതിയിലേക്ക് തോന്നിപ്പിക്കാവുന്ന നിലത്തിലേക്കാണ് ഇതിലെ അംഗങ്ങളെ പോലും തിരഞ്ഞെടുക്കുന്നതെന്ന് സഖാവ് സൂചിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ മാധ്യമരംഗത്ത് ഞാൻ ആമുഖമായി മാധ്യമ സംവിധാനത്തെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഭഗത് സിംഗ് രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ വിളിച്ച് ഇത്തരത്തിലുള്ളൊരു അവതരണത്തിന് ക്ഷണിച്ചത് എന്നിരിക്കുകയും നമ്മുടെ സമകാലിക പ്രസക്തിയുള്ള ഒരു ആശയ സാഹചര്യത്തിലൂടെയാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഞാൻ ആ ഒരു മേഖലയും കൂടി ആമുഖത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രൂപ്പ് നിലവിൽ നോക്കൂ, നമ്മുടെ അതീവ ഗൗരവമായ പ്രൊഫഷണൽ വൈദഗ്ധ്യത്തോടു കൂടി ഇടതുപക്ഷ വിരുദ്ധമായ ആശയ പരിസരം രൂപപ്പെടുത്തുന്ന മാധ്യമ സംസ്കാരത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ആശയക്കരുത്തിനെ കൂട്ടിയുറപ്പിക്കുന്ന, ആശയം പകർന്നു നൽകുന്ന, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്നിരുന്ന ചില ആവശ്യക്കാരെയും ആശയക്കാരെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും എല്ലാം ഒരു കിടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി അത്തരം ആവശ്യത്തിൻ്റെ ഭാഗമായി വന്നവരെയും ആവേശത്തിൻ്റെ ഭാഗമായി വന്നവരെയും എല്ലാം ആശയത്തിൻ്റെ കെട്ടുറപ്പോടുകൂടി നമ്മുടെ ഇടതിനോട് ചേർത്ത് പിടിക്കുന്ന ഈ സമീപനത്തെ, ഈ പ്രവർത്തനത്തെ ആദ്യം തന്നെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഈ രക്തസാക്ഷി ദിനത്തിൻ്റെ ആമുഖം അവസാനിപ്പിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഭഗത് സിംഗ് എന്ന് പറയുന്ന ധീരനായ വിപ്ലവ സമര പോരാളി, സായുധ സമര പോരാളി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയ, മാതൃകയാർന്ന രീതിയിൽ, തെളിമയാർന്ന രീതിയിൽ ഇടതുപക്ഷ കരുത്തു പകർന്ന പുസ്തകങ്ങൾ രചിച്ച, വൈയാം എത്തിസ്റ്റ് പോലെയുള്ള നാസ്തികതയെ സംബന്ധിച്ച്, അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച്, അനാചാരങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ സാഹിത്യ മേഖലയിലും വിപ്ലവ മേഖലയിലും സമരമേഖലയിലും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിലുമെല്ലാം സർവസമാന മേഖലകളിലും പോരാടിയ
ലാഹോറിൻ്റെ ജയിലിൽ, ലാഹോറിൻ്റെ ഹൃദയമുറിയിൽ വെച്ച് തൻ്റെ മുഖത്ത് തൂക്കുകയർ വീഴുന്നതിന് മുന്നിൽ ഒരു കറുത്ത മൂടുപടം അണിയാൻ വേണ്ടി പോയ ബ്രിട്ടൻ പോലീസുകാരോട് എൻ്റെ മുഖത്ത് കറുത്ത തുണി ധരിക്കരുത്, എൻ്റെ മരണത്തെ എനിക്ക് നോക്കിക്കാണണമെന്ന് പറഞ്ഞ ധീരനായ ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷി ദിനമാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ ഭഗത് സിംഗിൻ്റെ ജീവിതകാലം അത്രയും നമുക്ക് വലിയ ആവേശം പകരുന്നതാണ്. ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും സമരതീക്ഷ്ണമായ ഒരു കഥയാണ് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് ഓർക്കാനുണ്ടാവുക. എനിക്കറിയാം, ഇതിൽ പങ്കെടുക്കുന്ന സഖാക്കൾക്കെല്ലാം തീർച്ചയായും ഭഗത് സിംഗിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടാകും. എങ്കിൽ കൂടി ഭഗത് സിംഗ് പഞ്ചനദികൾ പതഞ്ഞൊഴുകുന്ന പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലാണ് ജനനം കൊണ്ടത്. ആ ഭഗത് സിംഗ് രാജ്യമറിയുന്ന ഇന്ന് മലപ്പുറത്ത് നിന്ന്, പൊന്നാനിയിൽ നിന്ന് ഇത്തരത്തിൽ അനുസ്മരണ സദസ്സിനു വേണ്ടി ഞാൻ സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഭഗത് സിംഗിൻ്റെ പ്രവർത്തനം എത്തിയിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത പോരാളിയായിരിക്കും ഭഗത് സിംഗ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് 1920 ശേഷവും അദ്ദേഹത്തിൻ്റെ നാഷണൽ കോളേജിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഒരു രണ്ടാം ജീവിതത്തെ സംബന്ധിച്ചായിരിക്കും നമുക്കെല്ലാവർക്കും വലിയ ധാരണയുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും സായുധ പോരാളിയായും ഭഗത് സിംഗിനെ ഓർക്കുന്ന വേളയിൽ മീശ വിരിച്ച് തലപ്പാവ് ധരിച്ച് തോക്കുകൾ കയ്യിലേന്തിയ സായുധ പോരാളിയെ മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിൽ ചെറിയൊരു ഭൂരിപക്ഷം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകനായിരുന്നു എന്നുള്ളതും, അദ്ദേഹം വിവിധങ്ങളായ മതചിന്തകൾക്ക് വിരുദ്ധമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പല സംഘങ്ങളും രൂപീകരിച്ചിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, നമ്മുടെ ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ മാസം 27 പഞ്ചാബിൽ ലയാൽപൂറിലാണ് ജനിച്ചത്. തൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിനും രാജ്യത്തിൻ്റെ വിമോചനത്തിനും വേണ്ടി പ്രവർത്തനം നടത്തുന്നവരായിട്ടുള്ള നിരവധിയായ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഉൾപ്പെടെ രാജ്യത്ത് ലാലാ ലജ്പത് റായ് പോലെയുള്ള പ്രമുഖരുമായി ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിനു വേണ്ടിയുള്ള പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട് കടത്തപ്പെട്ടവരൊക്കെ. അങ്ങനെയുള്ള വീടിൻ്റെ ചുറ്റുപാടുണ്ട്. ആ പഞ്ചാബിൽ, ആ പ്രദേശത്ത്, ആ ഗ്രാമത്തിൽ അത്യാവശ്യം സാമ്പത്തിക അവസ്ഥയൊക്കെയുള്ള, മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാത്ത, മറ്റു കുടുംബങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട വീടിൻ്റെ സാഹചര്യമുള്ള, സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ചിത്രത്തിൽ നിന്ന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട മുഖം. അദ്ദേഹം റഷ്യൻ സാഹിത്യത്തിൽ അഗാധമായ താല്പര്യം കാണിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാഹിത്യങ്ങളിലും അമേരിക്കൻ സാഹിത്യങ്ങളിലും യൂറോപ്യൻ സാഹിത്യങ്ങളിലുമെല്ലാം വലിയ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭഗത് സിംഗ് നിരവധിയായ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകത്തിൻ്റെ തെളിമയാർന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സായുധ പോരാട്ടത്തിലേക്ക് രണ്ടാമതായി കടന്നു വരുന്നത്. ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുമായി ഏറെക്കുറഞ്ഞ് അടുത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ ആയി പോയിരുന്ന സമയത്ത് അദ്ദേഹം ഈ യൂറോപ്യനിലെയും അമേരിക്കനിലെയും ബ്രിട്ടനിലെയും റഷ്യനിലെയും നിരവധിയായ സാഹിത്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ, അദ്ദേഹം തൂക്കിലേറുമ്പോഴുള്ള പ്രായം 24 ആണ്. അപ്പോൾ 24 വയസ്സിന് മുന്നേ തന്നെ, ലാഹോർ ജയിലിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ നേരത്തെ പറഞ്ഞ മേഖലയിലുള്ള സാഹിത്യങ്ങളൊക്കെ 250ഓളം പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ കഥാകവിതാ മേഖലകളിലുള്ള പുസ്തകത്തെ പോലെയല്ല. അത് തികച്ചും വേറിട്ട ആഴത്തിലുള്ള പഠനങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന വലിയ ഗണ്ഡ്യങ്ങളുള്ള, വലിയ പാരഗ്രാഫുകളുള്ള, ആയിരക്കണക്കിന് പേജുകളുള്ള 250ഓളം പുസ്തകങ്ങളാണ് അദ്ദേഹം ജയിലിൽ കയറുന്നതിന് മുന്നേ, ലാഹോറിലെ തൂക്കുമരക്കയറിൻ്റെ മുന്നേ വായിച്ചു തീർത്തത്. മാത്രമല്ല, ആ ജയിലിൽ കയറിയതിന് ശേഷം അദ്ദേഹം 300-ൽ പരം പുസ്തകങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വായിച്ചു തീർത്തത്. ഇത് നമുക്ക് വേണ്ടി പകർന്നു തരുന്നത് വായനയുടെ പ്രസക്തിയെ സംബന്ധിച്ചാണ്. സായുധ പോരാട്ടം അവിടെ നിൽക്കെ
തോക്കുകളുടെ പോരാട്ടം അവിടെ നിൽക്കെ, ബോംബേറുകളുടെ പോരാട്ടങ്ങൾ അവിടെ നിൽക്കെ, ഒരു മനുഷ്യനെ ഇല്ലായ്മപ്പെടുത്തി, ഒരു വർഗീയ ശക്തിയെ ഇല്ലായ്മപ്പെടുത്തി പോരാട്ടങ്ങൾക്ക് മുന്നിൽ നയിക്കാൻ വേണ്ടി മാത്രമല്ല ഭഗത് സിംഗ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗത് സിംഗ് നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ആദ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും, അദ്ദേഹം ധീരനായ സാഹിത്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മാസ്മരികമായ എഴുത്തും വായനകളും നിരന്തരമായി വായിച്ചിരുന്നു. അതിനുദാഹരണമാണ് ഇത്രയും പ്രായത്തിൽ ഇത്രയും ചെറിയ സമയത്തിനകത്ത് വലിയ ഗ്രന്ഥങ്ങളെ അയാൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു, വായിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതിനാഴത്തിനുള്ള വിവർത്തനങ്ങളെല്ലാം അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിവിധങ്ങളായ പുസ്തകങ്ങളെല്ലാം രചിച്ചത്. അപ്പോൾ ഈ ഒരു മേഖല, എഴുത്തിൻ്റെ മേഖല, ലേഖനങ്ങളുടെ മേഖല, ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാരെ തോക്കിൻ്റെ മുനയിലൂടെ തോൽപ്പിക്കാൻ മാത്രമല്ല ഭഗത് സിംഗ് ഇറങ്ങിയത് എന്നുള്ളതാണ്. ഒരു തോക്കിൻ്റെ മുനയിലൂടെ, തോക്കിൻ്റെ വെടിയുയർപ്പിലൂടെ, തോക്കുകൾ കൊണ്ട് കൊലപ്പെടുത്തിയതിലൂടെ മാത്രമല്ല ഭഗത് സിംഗ് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. ഇത്തരത്തിലുള്ള വായനയിലൂടെയും ആഴത്തിലുള്ള പഠനങ്ങളിലൂടെയുമാണ് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഭഗത് സിംഗിനെ സംബന്ധിച്ചുള്ളൊരു ചരിത്രം, ഭഗത് സിംഗിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുണ്ടോ? വേണ്ട രൂപത്തിൽ ഭഗത് സിംഗിനെ പരിഗണിക്കപ്പെടുന്ന ചരിത്രമാണോ നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ ഉള്ളത് എന്നുള്ളത് ഇടയ്ക്ക് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെ, ആ മഹാത്മാഗാന്ധിജിയോട് ഉള്ള ജനങ്ങളുടെ പിന്തുണയോളം ഒരു ഘട്ടത്തിൽ ഭഗത് സിംഗിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചൗരി ചൗര ഇൻസിഡൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സമയങ്ങളിലെല്ലാം ഭഗത് സിംഗിന് ലഭിച്ച ജനപിന്തുണയൊക്കെ വലിയ ചർച്ചാ വിഷയമായതാണ് അന്നത്തെ കാലത്ത്. അന്ന് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇന്നത്തെ തലമുറ ഭഗത് സിംഗിനെ കാണുന്നത് ഒരു പക്ഷേ ഗാന്ധിജി ഒരു അഹിംസവാദിയായും അഹിംസയുടെ പാത നിലനിൽക്കുന്നതും ഹിംസക്ക് വേണ്ടി എതിരായി പോരാടിയ ഒരു മനുഷ്യനായിട്ടുള്ള ധീരനായൊരു പ്രവർത്തകനായിട്ടാണ് മഹാത്മാഗാന്ധി അടയാളപ്പെടുത്തുന്നത്. ഭഗത് സിംഗിനെ അതിന് വിരുദ്ധമായ രീതിയിലാണ് പല ഘട്ടങ്ങളിലും അടയാളപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാറുള്ളത്. അതായത് ഹിംസയുടെ പാതയാണ്, മറ്റ് അക്രമപാതയാണ് ഭഗത് സിംഗ് എന്നുള്ളതെല്ലാമാണ് രേഖപ്പെടുത്താറ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഭഗത് സിംഗ് ധീരനായ ഒരു സാഹിത്യ ചിന്തകനും കൂടിയായിരുന്നു എന്നുള്ളതാണ്. അത്തരം തെളിമയാർന്ന ചിന്തകളെയാണ് അദ്ദേഹം പോരാട്ടങ്ങളുടെ ഭാഗമായി ഏറ്റവും ആവേശകരമായി ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. അദ്ദേഹം പല പുസ്തകങ്ങളുടെയും പല വാക്യങ്ങളിലെയും അദ്ദേഹം വളരെ ക്രിയാത്മകമായിട്ട് അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്, വായനയും കരുത്തുമാവണം ഒരു പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത്, അല്ലാതെ മറ്റു ആയുധങ്ങളാകരുത് എന്നുള്ളത് അദ്ദേഹം തന്നെ പകർന്നു വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചരിത്രത്തിൽ എത്രത്തോളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ യുവതലമുറയിൽ ഉൾപ്പെടെ എത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശമാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഇപ്പോൾ ഇതിൽ പറയുന്നത്, ഇദ്ദേഹം ഒരു പ്രശസ്തമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബോംബും പിസ്റ്റലും കൊണ്ട് വിപ്ലവം വരില്ല. നോക്കൂ, വളരെ പ്രസക്തമായ വാചകമാണ്. ബോംബും പിസ്റ്റലും കൊണ്ട് വിപ്ലവം വരില്ല, വിപ്ലവത്തിൻ്റെ ഉരകുകല്ല് തെളിഞ്ഞ ചിന്തകളാണ് എന്ന് ഭഗത് സിംഗിൻ്റെ വാക്കുകൾ നമുക്ക് മുൻധാരണകളെയെല്ലാം പൊളിച്ചെഴുതുന്നതാണ്. നമ്മുടെ ഭഗത് സിംഗിനോട് ചേർന്ന് നിൽക്കുന്ന മുൻധാരണങ്ങളെല്ലാം ആ രീതിയിലായിരിക്കാം. അപ്പോൾ അതെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലേക്കുള്ള കമൻറ്റുകളെല്ലാം ഭഗത് സിംഗ് തന്നെ തൻ്റെ കൃതികളിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അദ്ദേഹം 1907 സെപ്റ്റംബർ 27 ജനിച്ചത് പഞ്ചാബിലാണ്. ധനിയാട്ടിയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അച്ഛൻ സർദാർ കൃഷ്ൺ സിംഗ് സനു, അമ്മ വിദ്യാമതി. 7 മക്കളിൽ രണ്ടാമനായാണ് ഭഗത് സിംഗ് ജനിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. സ്കൂൾ കാലം തൊട്ട് തന്നെ ഈ നാട്ടിൽ നടക്കുന്ന, രാജ്യത്തെ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ വലിയ ആശയപരമായി ഒരു ഐക്യം ഭഗത് സിംഗിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്കൂൾ കാലഘട്ടം തന്നെ തൻ്റെ അമ്മാവൻ, ഞാൻ നേരത്തെ അമുഖത്തിൽ പറഞ്ഞതിന് ശേഷം സൂചിപ്പിച്ചു, അമ്മാവനായിട്ടുള്ള അജിത് സിംഗുമായി ബന്ധപ്പെട്ടൊരു കഥ. അമ്മാവൻ അജിത് സിംഗ് ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ ബ്രിട്ടൻ പോലീസ് എന്ത് ചെയ്തു, അദ്ദേഹത്തെ മാനിലേക്ക് നാടുകടത്തുകയുണ്ടായി. അത്തരം നാടുകടത്തലൊക്കെ ഈ ഭഗത് സിംഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനമാവുന്നതിലുള്ള ചെറുപ്പകാലത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും ഉതകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടായ സമയത്ത് ഭഗത് സിംഗ് വളരെ സജീവമായി ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടും അന്നത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായി നിൽക്കുന്നൊരു സമരം.
അങ്ങനെ സജീവമായിട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 20-ന് ശേഷം ചൗരി ചൗര ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഈ സമയം ചൗരി ചൗര ഇൻസിഡൻറ്റ് വരികയും പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഗാന്ധിജി പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ദുഃഖത്തോടെ കാണുകയും ആ ചേരിചേരാ നയത്തെ ഒന്ന് പരിമിതപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ സമയത്ത് ഭഗത് സിംഗ് വളരെ നിരാശനായിരുന്നു. കാരണം അദ്ദേഹം വലിയ പോരാട്ടത്തിന് ചെറുപ്പം മുതലേ തയ്യാറെടുത്തൊരു മനുഷ്യരായിരുന്നു. ചെറുപ്പം മുതലേ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ബ്രിട്ടീഷിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തെ സ്വതന്ത്രവൽക്കരിക്കപ്പെടണം എന്നുള്ള ആശയത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് പോകാൻ പല ഘട്ടത്തിലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻസിഡൻറ്റിന് ശേഷം ആ ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം വളരെ നിരാശനായി. അങ്ങനെ ഈ ഘട്ടത്തിലാണ് 1924 എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം നാഷണൽ കോളേജിൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി നിർബന്ധിതനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ വിവാഹ നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വളരെ പ്രയാസം അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അങ്ങനെ മാനസിക പ്രയാസം പിരിമുറുക്കി അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ പോരാട്ടത്തിലേക്ക് തൻ്റെ ജീവിതം മാറ്റിവെക്കപ്പെടുകയാണ്. തനിക്ക് വൈവാഹിക ജീവിതവും കുടുംബജീവിതവും നിങ്ങളോടുള്ള അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആത്മബന്ധത്തിനേക്കാൾ ഉപരി വില കൽപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ വിമോചന സമര പോരാട്ടത്തെയാണ് എന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടി ആ ചെറുപ്പക്കാരൻ ആ വീട് വിട്ടിറങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ എത്ര മനുഷ്യരിലാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാവുക? സ്വാർത്ഥ ചിന്തകൾ കുമന്നുകൂടി നിൽക്കുന്ന നവകാലത്ത് 1920 ഇത്രയും വിമോചന മനോഭാവ ജനാധിപത്യ വിശാല കാഴ്ചപ്പാടോടുകൂടി ഭഗത് സിംഗ് ഒക്കെ ഇത്തരം നിലപാടെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇന്നൊക്കെ ഈ നിലയിൽ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നോക്കൂ സഖാക്കളെ, 1924 താൻ വിവാഹത്തിന് നിർബന്ധിതനായി മാനസികമായി ഇങ്ങനെ പിരിമുറുക്കം നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ വിമോചന സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി വീട് വിട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് വളരെ പ്രസക്തമാണ്. ഇന്ന് അതിൻ്റെ പകർപ്പുകളെല്ലാം സോഷ്യൽ മീഡിയകളിലും മ്യൂസിയങ്ങളിലും ചരിത്ര രേഖകളിലുമെല്ലാം പ്രസക്തമായി നിലനിൽക്കുന്ന ഒരു കത്താണ്. ആ കത്തിങ്ങനെയാണ്: നമസ്തേ, എൻ്റെ ശിഷ്ടജീവിതം പിറന്ന നാടിനെ സേവിക്കാൻ വേണ്ടി നീക്കിവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വീടിനെ ചൊല്ലിയോ ലൗകിക സുഖങ്ങളെ കരുതിയോ യാതൊരു പ്രതിബദ്ധതയും ഇന്നെനിക്കില്ല. എൻ്റെ ഉപനയന സമയത്ത് അച്ഛൻ എന്നെ രാജ്യത്തിന് നടയിരുത്തുകയായി പ്രഖ്യാപിച്ചിരുന്നല്ലോ, അത് നടന്നതായി നിങ്ങൾ കരുതുക. ഇനി എന്നെ നോക്കരുത്, ഇനി എന്നെ കാക്കുകയും അരുത്. പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇങ്ങനെ എഴുതി വെച്ചാണ് വീട്ടിൽ നിന്നും വിവാഹത്തിൽ നിന്നും ഭഗത് സിംഗ് ഇറങ്ങിപ്പോകുന്നത്. നോക്കൂ, രാജ്യത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഏറ്റവും ചെറിയ മനുഷ്യൻ മുതൽ വലിയ മനുഷ്യൻ വരെയുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ഒരു പ്രവർത്തനം. സ്വാർത്ഥത നിറഞ്ഞ ഈ കാലത്ത് ഭഗത് സിംഗിൻ്റെ ഈ ഒരു ജീവിത ശൈലിയെല്ലാം വലിയ മാതൃക നൽകുന്ന ഒരു കാര്യമാണ്. അത് പകർത്തി എഴുതേണ്ടതുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ ഭഗത് സിംഗ് റീവിസിറ്റഡ് എന്ന് പറയുന്ന ചന്ദ്രലാൽ സിംഗിൻ്റെ പുസ്തകങ്ങളിലൊക്കെ വളരെ പ്രസക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വലിയ രീതിയിൽ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ഭഗത് സിംഗ് കടന്നു വരുന്നത് ഇതിനൊക്കെ ശേഷമാണ്. ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റുകൾ, ചരിത്രത്തിൻ്റെ ഭാഗമായ പോരാട്ടങ്ങൾ, ഇതെല്ലാം നേരിട്ട് പരിശോധിക്കുകയും ആ സമയത്തെ കലാപങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ പോവുകയും സ്കൂൾ സമയത്ത് തന്നെ അത്തരത്തിലുള്ള കലാപ ഇടങ്ങളിൽ സന്ദർശിച്ച് രാഷ്ട്രീയപരമായ കരുത്ത് അദ്ദേഹം ജൈവികമായി തന്നെ നേടിയെടുത്തു എന്നുള്ളതാണ്. സമരഭൂമികയിൽ പോവുക, സമരഭൂമികയിൽ മരിച്ചു വീണവരെ ഓർക്കുക, അവിടെ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതെല്ലാം ചെറുപ്പം മുതലേ, സ്കൂൾ ജീവിതം മുതലേ തൻ്റെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കാലയളവിൽ സമയത്ത് തന്നെ അദ്ദേഹം സ്വയം അതിനുവേണ്ടി പരുവപ്പെട്ടു എന്നുള്ളതാണ് ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങുന്നതിനിടയായ കാരണവും അത്തരത്തിൽ വിപ്ലവപാതയിലേക്ക് കടന്നു പോകാനുണ്ടായ സാഹചര്യമെല്ലാം. അദ്ദേഹം ചന്ദ്രസിംഗ് ആസാദിൻ്റെ വലത് കൈയായി മാറിയതും അങ്ങനെ സായുധ വിപ്ലവത്തിൻ്റെ പാത തിരഞ്ഞെടുത്തതുമെല്ലാം പിന്നീട് ചരിത്രത്തിൽ വലിയ രേഖപ്പെടുത്തലുകൾക്ക് ഇടയായതാണ്. 1925-28
നൗജഹാൻ ഭാരത് സഭയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളായി ഭഗത് സിംഗ് മാറിയത്. അത് നൗജവാൻ ഭാരത് സഭ വളരെ റിലീജിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ റിലീജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, അതായത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാസ്തികനായ ഭഗത് സിംഗിൻ്റെ പോരാട്ടങ്ങളാണ് പിന്നെ നമ്മൾ 28കളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഹിന്ദു മതവിശ്വാസിയും അതുപോലെ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളായ സെക്കുലറിസം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനായിരുന്നു എന്നിരിക്കെ ഭഗത് സിംഗ് അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം നാസ്തികനായിരുന്നു. അദ്ദേഹം മതങ്ങൾക്ക് തീർത്തും വിരുദ്ധ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു. വൈ ഐ എം എൻ എത്തിസ്റ്റിൽ അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊന്ന്, ഇത്തരത്തിൽ നിൽക്കുന്ന സമയത്താണ് HRI, ആസാദിൻ്റെ നേതൃത്വത്തിൽ HRI എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ഇൻ അസോസിയേഷനൊക്കെ രൂപീകരിക്കുന്നതും ആ അസോസിയേഷൻ്റെ ഭാഗമായി പല പ്രവർത്തനങ്ങൾ നടത്തുന്നതും. അങ്ങനെ ഒരു പ്രവർത്തനം ഇങ്ങനെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് 1925 ശേഷമൊക്കെ ഇങ്ങോട്ട് തിരിച്ചെത്തി ഭഗത് സിംഗ് ലാഹോറിലേക്ക് തിരിച്ചെത്തുകയും ഈ HRIയുടെ ഭാഗമൊക്കെ ആവുകയൊക്കെ ഉണ്ടായത്. ഇതിൽ വർക്കേഴ്സിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിനുവേണ്ടി ഗദ്ദർ പോലെയുള്ള പ്രവർത്തനങ്ങൾ, സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭഗത് സിംഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടത് കാക്കോരി മുതൽ ലാഹോർ വരെയുള്ള ഭഗത് സിംഗിൻ്റെ വിപ്ലവ ചരിത്ര മുന്നേറ്റങ്ങളെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ കാക്കോരിയെ സംബന്ധിച്ചായിരിക്കാം, കാക്കോരിയുടെ ആ ഒരു സംഭവത്തെ മുൻനിർത്തിയായിരിക്കാം ഭഗത് സിംഗ് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന, രാജ്യത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ പോരാളിയായി മാറിയത്. കാക്കോരിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഭഗത് സിംഗിനെ അടയാളപ്പെടുത്തുന്നത് കാക്കോരിയിലാണ്. ആ സമരവും അല്ലെങ്കിൽ ആ പ്രവർത്തനം അത് ഒരു സമരമല്ല, അതൊരു വലിയ സംഭവമാണ്. അത് 1925 ആഗസ്റ്റ് മാസം 9-ാം തീയതി അന്നത്തെ ഒരു സാധാ ട്രെയിനിൽ പോകുന്ന സർക്കാർ ട്രഷറിയുടെ ഫണ്ട് അദ്ദേഹം നിൽക്കുന്ന HRI എന്ന് പറയുന്ന ചന്ദ്രസാദ് ആസാദിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ HRIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്ന, ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ, രാമപ്രസാദ്, അതുപോലെ രാജേന്ദ്രനാഥ്, അതുപോലെ റോഷൻ സിംഗ്, അഷ്ഫാഖുള്ള എന്ന് പറയുന്ന 5-6 HRI പ്രവർത്തകർ, നേരത്തെ ഞാൻ പറഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ കൂടി ഈ സർക്കാർ ട്രഷറിയിൽ നിന്ന് വരുന്ന ഫണ്ട്, ആ പണം ആ ട്രെയിൻ അപഹരിച്ചുകൊണ്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗ് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചരിത്രങ്ങളിൽ എപ്പോഴും ഭഗത് സിംഗിനെ രേഖപ്പെടുത്തുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭഗത് സിംഗിനെ അടയാളപ്പെടുത്തുന്നത് ഈ കാക്കോരിയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഈ പണം കവർന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 പേരെയാണ് അന്നത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ 21 പേരെയും പ്രവർത്തകരെയും HRIയുടെ ടോപ്പ് നേതാക്കളെയാണ് അന്ന് പിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ഫാഖുള്ളയെ പോലെയുള്ള, റോഷൻ സിംഗിനെ പോലെയുള്ള, രാജേന്ദ്രനാഥിനെ പോലെയുള്ള, രാമപ്രസാദിനെ പോലെയുള്ള ഇവരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായിട്ടുള്ള ആസാദിനെ, ചന്ദ്രശേഖര ആസാദിനെ മാത്രം പോലീസിന് പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അദ്ദേഹത്തെ ആദ്യ പ്രവർത്തനം മുതൽ അവസാന പ്രവർത്തനം വരെ അങ്ങനെ പോലീസിന് പ്രത്യക്ഷപ്പെടുവാനോ പോലീസിന് കീഴ്പ്പെടുത്താനോ കഴിയാത്ത ഒരു പോരാളിയായിരുന്നു. അങ്ങനെ പക്ഷേ മറ്റു നേതൃത്വ നിരയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ പലരെയും കൊലപ്പെടുത്തി, നാടുകടത്തി, ജയിലിലടച്ചു. അങ്ങനെ തൂക്കിലേറ്റിയ പ്രധാനപ്പെട്ട പ്രവർത്തകരും നാടുകടത്തിയ പ്രവർത്തകരും എല്ലാം പോയപ്പോൾ ആസാദ് മാത്രമായി ഈ സംഘടനയുടെ ഭാഗമായി ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ലൈനിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു നമ്മുടെ ഭഗത് സിംഗും സുഖദേവുമെല്ലാം. അപ്പോൾ ഈ ഭഗത് സിംഗിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ എപ്പോഴും നമ്മൾ രാജ്ഗുരുവിൻ്റെയും സുഖദേവിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ പരിശോധിക്കലുണ്ട്. അതും അയവർന്നു പോലുള്ള മേഖലയാണ്. പക്ഷേ വാസ്തവത്തിൽ സുഖദേവും രാജ്ഗുരുവും എല്ലാം ഭഗത് സിംഗിൻ്റെ നാഷണൽ കോളേജ് കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്തയുമായി മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ HRI ഈ കാക്കോരി ഇൻസിഡൻറ്റിന് ശേഷം പിറകി പോകുന്ന ഘട്ടത്തിൽ, അങ്ങനെ കാക്കോരി ഇൻസിഡൻറ്റിന് ശേഷം ഇത്തരം പണം എടുത്ത സംഭവത്തിന് ശേഷം ഇത് പിറകോട്ട് പോയത് ഒരിക്കലും വരാൻ വേണ്ടി കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ ആസാദ് ഒരു തീരുമാനമെടുത്തത് നമ്മുടെ HRIയുടെ 2-ാം നിരയെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെയാണ് 1926 ഒക്ടോബർ 16 ബവറ ദസറ ബോംബിംഗ് ഒക്കെ സംഘടിപ്പിക്കുന്നത്, ദസറ ബോംബിങ്ങിലേക്ക് കടന്നു വരുന്നതല്ല. അങ്ങനെ ദസറ ബോംബിങ് വന്നു. 27 മെയ് 29 പോലീസ് ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ഈ ദസറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യമായി ഭഗത് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെല്ലാം.
അങ്ങനെ പോലീസിനെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും കൃത്യമായി തെളിവുകളൊന്നും ദസറ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗിനെ പ്രതി ചേർത്ത് ജയിലിലടക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഇരിക്കെ ജാമ്യം ലഭിക്കുകയും കൃത്യമായ തെളിവുകൾ ദസറ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് 26-ലെ ബോംബിംഗ് സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേക തെളിവുകൾ ഭഗത് സിംഗിനെതിരെ ഇല്ല എന്ന് മനസ്സിലാക്കിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ പോവുകയും അവിടെ പശുവിനെ വളർത്തുകയും അത്തരത്തിൽ ഗോകർഷകനായി കുറച്ചു കാലമൊക്കെ നിൽക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ തൻ്റെ ചെറുപ്പം മുതൽ ഇത്തരം രാഷ്ട്രീയ മനസ്സിലുള്ള രാഷ്ട്രീയ മാതൃകയായ കരുത്തുള്ള വിദ്യാഭ്യാസ കാലവും വിദ്യാർത്ഥിത്വ കാലവും കുട്ടിക്കാലവും ബാലകാലവുമെല്ലാം ഉള്ളിലുണ്ടായിരുന്ന ഭഗത് സിംഗിന് അത്ര അധികം കാലം പശുവിനെ നോക്കി പാല് കറന്ന് പുല്ല് മേഞ്ഞ് ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ ബെയിലൊക്കെ കിട്ടി. അച്ഛൻ വീട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സാമ്പത്തികമായി പ്രയാസമൊന്നുമില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഭഗത് സിംഗിനെ വീട്ടിൽ അത്തരത്തിലൊരു പശുവിനൊക്കെ കൊടുത്ത് ജീവിതം മുന്നോട്ട് പോകുന്ന നിലയിലേക്കൊക്കെ കുടുംബം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. പക്ഷേ ഭഗത് സിംഗ് പിന്നീടും ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് HSRA എന്ന് പറയുന്ന രീതിയിലേക്ക് 1928 HRI മാറി മറ്റൊരു രൂപത്തിലേക്ക് കടന്നു വരികയൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് രാജ്ഗുരുവും സുഖദേവും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ, വലിയ അസംബ്ലി ബോംബിംഗ് കേസിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള അത്തരം രീതികളും അത്തരം സംഭവങ്ങൾക്ക് മുന്നേയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമൊക്കെ ആകുന്നത് അങ്ങനെയാണ്. അങ്ങനെ പശുവിനെ മേയ്ക്കുന്നതെല്ലാം അവസാനിച്ച് വീണ്ടും സജീവമായി സമര പോരാട്ടങ്ങൾക്ക് ഭഗത് സിംഗ് കടന്നു വരികയാണ്. 1931 അദ്ദേഹം അസംബ്ലി ബോംബിംഗ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അന്ന് പ്രധാനമായും 2 ബില്ലുകളായിരുന്നു അന്നത്തെ പാർലമെൻറ്റിനകത്ത് വന്നിരുന്നത്. ഒന്ന് പബ്ലിക് സെൽഫ് ബില്ലും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും. അങ്ങനെ 2 ബില്ല് ജനവിരുദ്ധമായിട്ടാണ് കടന്നു വന്നത്. ഈ 2 ബില്ലും സെൻട്രൽ അസംബ്ലി വലിയ ചർച്ചയൊക്കെ ഇടയാക്കിയ കാര്യമാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന സ്വരാജ് പാർട്ടിയുടെ പ്രതിനിധി CS രാജ അയ്യറൊക്കെ അന്ന് പറഞ്ഞത് ഇപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ പ്രസംഗത്തിൻ്റെ സമയത്ത് പാർലമെൻറ്റ് ചർച്ചകൾക്കൊക്കെ സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ആ 2 ബില്ലുകളും ഇത് മുലകുടി മാറാത്ത ഒരു ചോരക്കുഞ്ഞിനെ അതിൻ്റെ തൊട്ടിലിൽ കഴുത്തു നെരിച്ച് കൊല്ലുന്നത് പോലെയാണ് ഈ ബില്ലുകൾ എന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ CS രാജയുടെ ഈ പറഞ്ഞ പോയിന്റ്, ഈ പറഞ്ഞ വാക്യമല്ല നമ്മൾ പലപ്പോഴായി ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു മുലകുടി മാറാത്ത ഒരു ചോരക്കുഞ്ഞിനെ അതിൻ്റെ തൊട്ടിലിൽ കഴുത്തു ധരിച്ച് കൊല്ലുന്നത് പോലെയായിരുന്നു ഈ 2 ബില്ലുകൾ എന്നൊക്കെ അന്ന് CS രാഗെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് രണ്ടാമതായി നമ്മുടെ ഭഗത് സിംഗ് വീണ്ടും രംഗത്തേക്ക് വരുന്നത് കൊക്കേരിക്ക് ശേഷം. അങ്ങനെയാണ് 1928 ശേഷം ആ ബില്ല് അങ്ങനെ പരാജയപ്പെടുകയും 1929 ആ ബില്ല് വീണ്ടും അസംബ്ലിക്കകത്ത് വലിയ ചർച്ചയാകുകയും അസംബ്ലിക്കകത്ത് വരികയും അന്നത്തെ പ്രസിഡന്റ് അത് തൻ്റെ ഏകപക്ഷീയ സവിശേഷമായ സ്വഭാവം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരമാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ബില്ല് പാസ്സാക്കും എന്നുള്ള നയത്തിലേക്ക് തന്നെ. അത് പബ്ലിക് സേഫ്റ്റി ബില്ലാണ്. സേഫ്റ്റി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളുള്ളത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അതോടുകൂടി പുറകോട്ട് കൊണ്ടുപോവുക, ഇല്ലാതാക്കുക, രാജ്യത്തുടനീളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, ലെഫ്റ്റ് സ്വഭാവമുള്ള മൂവ്മെൻറ്റുകളെ ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ബില്ലുള്ളത്. കാരണം ആ ബില്ലിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ട്രയലുകളൊന്നും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യുക, തടവിലാക്കുക, ട്രയലുകൾക്കൊന്നും ഇല്ലാതെ തന്നെ മറ്റ് നടപടികളിലേക്കെല്ലാം കടക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗത് സിംഗും കൂട്ടരും ആസാദ് ഉൾപ്പെടെയുള്ള നേരത്തെ ആസാദ് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും ഒക്കെ കൂട്ടുപിടിച്ച് 2ാം നിരയിൽ നിന്ന് 1ാം നിരയിലേക്കൊക്കെ വന്ന് അതിശക്തരായ ഒരു നിര രൂപപ്പെടുത്തുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ നിരയെ ഉപയോഗിച്ച് ഈ അസംബ്ലിക്കകത്ത് ഒരു ബോംബ് കൊണ്ടുപോയിടുകയും അത്തരത്തിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് വലിയ രീതിയിൽ അഭിപ്രായം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ അസംബ്ലി ബോംബിങ്ങിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നത്. അത് HSRI എന്ന് പറയുന്ന ആ സംഘടന ബോംബെറിയുക, ലഘുലേഖ പുറത്തുവിടുക. ലഘുലേഖ ഈ സേഫ്റ്റി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് ഇട്ടുകൊണ്ട് ഇത്തരം പ്രതിഷേധം അതിരൂക്ഷമായ സായുധ പോരാട്ടത്തിനോട് സമാനമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തലത്തിലേക്ക് ലഘുലേഖ നിർബന്ധമായും വിതരണം ചെയ്യണം എന്നും അതുമാത്രമല്ല ഇത്തരം വിതരണം ചെയ്തതിന് ശേഷം നമ്മൾ സ്വയം കീഴടങ്ങണം എന്നും കൂടിയായിരുന്നു ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമായി തീരുമാനിക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആസാദ് ഈ ഘട്ടത്തിലെല്ലാം പറഞ്ഞു തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കീഴടങ്ങാൻ വേണ്ടി പാടില്ല. കീഴടങ്ങൽ എപ്പോഴും
അത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. നമ്മളൊരിക്കലും കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകരുതെന്ന് ചന്ദ്രശേഖർ ആസാദ് നിർബന്ധമായി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അവസാനം അവിടെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നത് 2 പേർ അവിടെ കീഴടങ്ങുക തന്നെ വേണം എന്നുള്ള നിലയിലേക്ക് അന്നത്തെ സാഹചര്യം കടന്നു വരികയുണ്ടായത്. ഈ സമയത്താണ് സുഖദേവ്, ഈ ആദ്യഘട്ടത്തിലൊന്നും ഭഗത് സിംഗ് ഒന്നും ഈ പറഞ്ഞ അസംബ്ലി ബോംബിങ്ങിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. പക്ഷേ അപ്പോഴാണ് സുഖദേവ് നിർബന്ധപൂർവ്വം ഈ ഒരു സംവിധാനത്തിലേക്ക്, ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങളും കൂടി പങ്കുചേരണം എന്നുള്ള നിർബന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും അങ്ങനെ സുഖദേവ്, രാജ്ഗുരുവും ഭഗത് സിംഗും ഒക്കെ ഇതിൻ്റെ ഭാഗമാവുകയൊക്കെ ഉണ്ടായത്. ആ നിലയിലേക്കാണ് അതിൻ്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരെ നിയമിച്ചു. അത് പിന്നെ സുഖദേവിൻ്റെ നിർബന്ധപൂർവ്വം 3 മാറി. അങ്ങനെ 29 ഏപ്രിൽ 8 സെൻട്രൽ അസംബ്ലി വിസിറ്റിംഗ് ഹാളിൽ ഈ ബില്ല് പാസ്സാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച പൊതുവെ രഹസ്യമായി പടർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ ഏപ്രിൽ മാസം 8-ാം തീയതി 1929 ഏപ്രിൽ മാസം 8-ാം തീയതി പതിവിൽ നിന്ന് വിപരീതമായി ഈ ചർച്ച ഉയർന്ന പശ്ചാത്തലത്തിൽ വിസിറ്റിംഗ് ഗാലറി ആകെ ഇളകി മറിയുന്ന രീതിയിൽ ജനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ഗാലറിയൊക്കെ പതിവിലും കവിഞ്ഞിരിക്കുന്നു. ബില്ല് വായിക്കുന്ന സമയത്ത് നോക്കി ആകാംക്ഷയോടുകൂടി ജനങ്ങളിരിക്കുന്നു. മറ്റ് അസംബ്ലി അംഗങ്ങളെല്ലാം ബില്ലിനെ എതിർക്കാനും മറ്റ് അഭിപ്രായം പറയുവാനും അതുമായി ബന്ധപ്പെട്ടത് രേഖപ്പെടുത്താനെല്ലാം വേണ്ടി നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോഴാണ് ഈ ബില്ല് വായിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. ആ ബില്ലിൻ്റെ ആദ്യ ഭാഗം തന്നെ വായിച്ച് തുടങ്ങുമ്പോഴേക്കും നേരത്തെ പറഞ്ഞിരുന്ന അതേ രീതിയിൽ ആദ്യ വരി വായിക്കുന്നതിന് മുമ്പ് തന്നെ അസംബ്ലി ബോംബിനെ വിഴുങ്ങിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബോംബ് വീഴുകയും ആകെ പരിഭ്രാന്തരാവുകയും അസംബ്ലിയിലെ അംഗങ്ങളാകെ അലർച്ച ശബ്ദങ്ങളെല്ലാം പുറപ്പെടുവിച്ച് നിൽക്കുന്ന സമയത്താണ് രണ്ടാമത് വീണ്ടും ഒരു ബോംബ് വരുന്നത്. ബോംബ് മാത്രമല്ല, വെടിവെപ്പ് കൂടി ആ സമയത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഈ സെൻട്രൽ അസംബ്ലിക്കകത്ത് ഇത്തരത്തിൽ ലഘുലേഖ വിതരണം ഇങ്ങനെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ലഘുലേഖ പരിശോധിക്കുമ്പോൾ നേരത്തെ അവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുകയാണ്. അത്തരം ലേഖനങ്ങളാണ് പുറത്തുവിടുന്നത്. എന്താണ് ഈ സേഫ്റ്റി ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്, എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ഈ ബില്ലിൻ്റെ ഏറ്റക്കുറച്ചിലുകളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖയും വിതരണം ചെയ്തു. ഒടുവിൽ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവുമെല്ലാം തൻ്റെ തോക്കുകളെല്ലാം നിലത്ത് വെച്ചുകൊണ്ട് കീഴടങ്ങുന്ന ഒരു ചരിത്ര ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ സായുധ പോരാട്ടത്തിനോട് കടപിടിക്കുന്ന അസംബ്ലി ബോംബിങ്ങിൻ്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. അതിൽ കത്തിനകത്ത് പ്രധാനമായും ഒരു അവസാന ഭാഗമുണ്ട്. അത് വളരെ ആവേശോജ്വലമായ ഒരു സമര പോരാട്ടങ്ങളിൽ എന്നും യുവാക്കൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വലിയ കുതിപ്പ് നൽകുന്ന, തീരുമാനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു വരികളാണ്. ആ വരികൾ ഇങ്ങനെയാണ്: മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കുന്ന മാലോകരെല്ലാം തികഞ്ഞ സമാധാനത്തോടെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും പുലരുന്ന നല്ല നാളെയെ സ്വപ്നം കാണുന്ന ഞങ്ങൾക്ക് ചോര ചീന്തേണ്ട ഗതികേടുണ്ടായി എന്നത് പശ്ചാത്തലത്തോടെ അറിയിക്കട്ടെ എന്നുള്ളതാണ്. വലിയ പശ്ചാത്തലത്തോടെ തന്നെ അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ കത്ത്, ആ ലഘുലേഖ അവസാനിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അസംബ്ലി ബോംബിംഗ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഭഗത് സിംഗ് രാജ്യത്തുണ്ടാക്കിയെടുത്ത ഒരു ഓളം, രാജ്യത്തുണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനം, ആ മൂവ്മെൻറ്റിന് ഉണ്ടാക്കിയെടുത്ത പേര്, അതെല്ലാം വലിയ ചർച്ചാ വിഷയമായ ഒരു രാജ്യ സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നുൾപ്പെടെ നമ്മളെല്ലാം ഈ അസംബ്ലി ബോംബിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഭാഗങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാട്ടുതീ പോലെയാണ് പഞ്ചാബിൽ നിന്നും പുറം ലോകത്തേക്ക് സഞ്ചരിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ആ വിഷയത്തെ തുടർന്ന് രാജ്യം ലോകവും അങ്ങനെയാണ് ഭഗത് സിംഗ് രാജ്യത്താകമാനം ഉയർന്നു വന്ന ഒരു പോരാളിയുടെ മുഖമായി മാറുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ലാഹോർ ആലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അസംബ്ലി ബോംബിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിചാരണയെല്ലാം വളരെ ദീർഘമായ വിചാരണയാണ്. 15 ദിവസത്തോളമാണ് 1930 ഒക്ടോബർ 7 തുടങ്ങിയ വിചാരണ 15 ദിവസത്തോളം നീണ്ടു നിന്നു എന്നുള്ളത് A.G. നുറാനി എഴുതിയ ദ ട്രയൽ ഓഫ് ഭഗത് സിംഗ് പൊളിറ്റിക്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ട്രയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി ഇതിൻ്റെ ട്രയൽ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 113 ദിവസത്തോളമാണ് ഭഗത് സിംഗ് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 113 ദിവസവും ഭഗത് സിംഗിനെ സംബന്ധിച്ച് വലിയ ഉപവാസം ഏറ്റെടുക്കേണ്ടി വന്ന ദിവസങ്ങളാണ് എന്നുള്ളതാണ് കണ്ടുപോകാനുള്ളത്. അതുപോലെ തന്നെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഈ സമയങ്ങളിലെല്ലാം ഭഗത് സിംഗ് നേരിട്ടിരുന്നു എന്നുള്ളതാണ്.
എന്നിരിക്കെ ബ്രിട്ടീഷ് പോലീസിന് ഭഗത് സിംഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നത് അദ്ദേഹത്തിന് വളർന്നു വരുന്ന പിന്തുണ ബ്രിട്ടീഷ് പോലീസിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ തൂക്കുകയറിലുള്ള തൂക്കുകയറിനേറ്റിയതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ ഭയത്തെ നമുക്ക് സൂചിപ്പിച്ച് കാണിച്ചു തരും എന്നുള്ളതാണ്. ഈ 113 ദിവസം കഴിഞ്ഞ് 931 മാർച്ച് 23 ജയിൽ വളരെ ശാന്തമാവുകയാണ്. 31 ഈ മാർച്ച് 23 അവിടുത്തെ വാർഡനൊക്കെ ചരൺ സിംഗ് എന്ന് പറയുന്ന വാർഡൻ നേരത്തെ തന്നെ സെല്ലുകളിലേക്ക് തടവുകാരെ കയറ്റുന്നു. അവിടെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നിരുന്നതെല്ലാം ഇല്ലാതാക്കുന്നു. വളരെ ആശങ്കയോടുകൂടി ബ്രിട്ടീഷ് പോലീസ് അന്നത്തെ ദിവസത്തെ നോക്കിക്കാണുകയായിരുന്നു. വലിയ പരിപാടികളും മറ്റും ആ ദിവസത്ത് നിന്ന് എടുത്തു മാറ്റുന്നു. അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങൾ അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തൂക്കിലേറ്റപ്പെടുന്ന ദിവസം സഹതടവുകാരെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഭഗത് സിംഗും കൂട്ടരും സുഖദേവും കൂട്ടരും എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കുമോ എന്നുള്ള ഭയമായിരുന്നു ബ്രിട്ടീഷ് പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇതിനകത്ത് തൂക്കിലേറ്റുന്ന സമയത്തൊക്കെ വളരെ വലിയ ജനപ്രവാഹം ജയിലിന് ചുറ്റും തടിച്ചുകൂടി എന്നുള്ളതാണ്. ഇവിടെ തൂക്കുകയർ വിധി ട്രയലിന് ശേഷം ലഭിക്കുകയും അങ്ങനെ തൂക്കുകയർ വിധി വന്ന വിവരം ഭഗത് സിംഗിനെ അറിയിക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ അപ്പോഴും വളരെ ആവേശപൂർവ്വം ഭഗത് സിംഗ് ചോദിച്ചത് ലെനിൻ്റെ സ്റ്റേറ്റ് ഓഫ് റവല്യൂഷൻ എന്നുള്ള പുസ്തകം കൊണ്ടുവന്നോ എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം ചോദിച്ചത് എൻ്റെ കേസ് എന്തായി, എന്താണ് വിധി പറഞ്ഞത്, അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ആയിരുന്നില്ല ഭഗത് സിംഗിനുണ്ടായിരുന്നു. ഭഗത് സിംഗിന് വായിക്കണം, എത്ര ആഴത്തിൽ വായിക്കാൻ വേണ്ടി കഴിയുമോ തൻ്റെ അവസാന നാൾ വരെ വായിക്കണം എന്നുള്ള രീതിയായി. അങ്ങനെ തന്നെ സ്റ്റേറ്റ് ഓഫ് റവല്യൂഷൻ പുസ്തകം കൊണ്ടുവന്നോ എന്ന് ചോദിച്ച ഉടനെ അഭിഭാഷകനായ മെഹ്ത്ത പുസ്തകം കൈമാറുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് അഭിഭാഷകൻ ചോദിച്ചു. അതായത് തൂക്കിലേറ്റപ്പെട്ട വിവരമൊക്കെ ഭഗത് സിംഗ് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ സമൂഹത്തിനോട് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, വ്യക്തിപരമായ എന്തെങ്കിലും ആഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഭഗത് സിംഗ് അങ്ങനെ അച്ഛനെ കാണണമെന്നോ അമ്മയെ കാണണമെന്നോ മറ്റു തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളൊന്നുമല്ല പറയുന്നത്. തൻ്റെ കുട്ടിക്കാലം മുതലേ പരുവപ്പെട്ട രാഷ്ട്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ളത്. അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്ത് നിൽക്കുമ്പോഴുള്ള സമീപനം പോലും എന്നുള്ളതാണ്. മാത്രമല്ല സഹതടവുകാരോടൊക്കെ ഭഗത് സിംഗ് പറഞ്ഞത് ഒരിക്കലും ഇവരോട് തോൽക്കാൻ വേണ്ടി സമ്മതിക്കരുത് എന്നുള്ളതാണ്. ഒരിക്കലും തോൽക്കരുത്, തോൽവി നമ്മളെ സംബന്ധിച്ച് അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത് എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ തൂക്കുകയറിൽ കൊണ്ടുപോകാൻ നിശ്ചയിച്ച സമയത്തിനേക്കാൾ 11 മണിക്കൂർ മുന്നേ തന്നെ തൂക്കിലേറ്റാൻ വേണ്ടി ബ്രിട്ടീഷ് പോലീസ് തയ്യാറാവും. ഈ ഘട്ടത്തിൽ ഭഗത് സിംഗിനോട് ഈ കാര്യം പറയുകയാണ്, നിങ്ങളെ 11 മണിക്കൂർ മുന്നേ തീരുമാനിച്ചതിൽ നിന്നും 11 മണിക്കൂറിന് മുന്നേ തൂക്കിലേറ്റും എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സാധാരണ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസമോ ഒരു വേദനയോ ഒന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ മറിച്ച് അയാൾ ചോദിച്ചത്, എനിക്കെൻ്റെ അഭിഭാഷകൻ മെഹ്ത്ത കൊണ്ടുവന്നു തന്ന സ്റ്റേറ്റ് ഓഫ് റവല്യൂഷൻ എന്ന ലെനിൻ എഴുതിയ പുസ്തകം, അതിൻ്റെ ഒരു അധ്യായം പോലും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, നിങ്ങളത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കില്ലേ എന്നുള്ള ഒരു പ്രയാസവും ആണ് അദ്ദേഹം പങ്കുവെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ലാഹോർ ജയിലിൽ അപ്പോഴേക്കും ലാഹോർ ജയിലിൻ്റെ ചുറ്റുപാടുമെല്ലാം വലിയ ജനപ്രവാഹം കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ വിവരങ്ങളെല്ലാം പരസ്യ രഹസ്യമായൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് തൂക്കുകയറിൻ്റെ മുന്നേ അവിടെയുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള ഒരാൾ ബോംബെ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും സാധിക്കാതെയാണ് ആ ദിവസം കടന്നുപോയത് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും വ്യത്യസ്തമായ സെല്ലിലാണ് ഉണ്ടായിരുന്നത്. മൂന്നുപേരെയും വ്യത്യസ്തമായ സെല്ലിൽ നിന്ന് രാജ്ഗുരുവും സുഖദേവും ഭഗത് സിംഗിനെയും ഒരുമിച്ച് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. സെല്ലിൽ നിന്ന് തൂക്കുകയറിന് വേണ്ടി കൊലപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവസാനമായി നിങ്ങളോടൊന്ന് കുളിച്ചോളൂ എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അവസാനമായി കുളിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം കറുത്ത വസ്ത്രം
മൂടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് അത്തരം കാര്യങ്ങളോട് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും എല്ലാം അതൊക്കെ മൂടുപണം അടിയരുത്, അതെടുത്ത് എറിഞ്ഞു എന്നുള്ളതാണ്. മുഖത്തേക്ക് എറിഞ്ഞു, ഇടാൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് പോലീസിന്റെ മുഖത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് മരണത്തെ പുഞ്ചിരിയോടുകൂടി നേരിടണം. അദ്ദേഹം ഒരു പോരാളിയാണ്. പോരാട്ടം, സായുധ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ ഏതെങ്കിലും തലത്തിലുള്ള മൂവ്മെന്റുകളെ അതിൻ്റെ എല്ലാം അവസാനം ആ നേതാവ് പോരാളി മരണപ്പെടുകയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഭഗത് സിംഗിന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അങ്ങനെ വാർഡൻ വരുന്നു. വാർഡൻ തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുന്ന 3 പേരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. അവിടെയും ഭഗത് സിംഗ് തൻ്റെ നാസ്തിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ദൈവത്തെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പാവപ്പെട്ട ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് ദൈവത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, ദൈവത്തെ അവിടെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ കളിയാക്കും, ഞാനൊരു നാസ്തികനാണ് എന്നാണ് ഭഗത് സിംഗ് പറഞ്ഞത്. അവസാനമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ബൂട്ടിന്റെ ശബ്ദം തന്നെ തൂക്കിലേറ്റാൻ വേണ്ടി വരുന്ന ആരാച്ചാരുടെ ബൂട്ടിന്റെ ശബ്ദം ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചില പാട്ടുകൾ പാടുകയാണ്. ആ പാട്ട് മലയാള പരിഭാഷപ്പെടുത്തിയപ്പോഴുള്ള ഒരു ചെറിയ ഘട്ടം ഞാൻ പറയാം. പിറന്ന നാടിനു വേണ്ടി പ്രാണൻ ത്യജിക്കാനുള്ള വെമ്പൽ ഞങ്ങളുടെ ഹൃദയ താളങ്ങളിലുണ്ട്, അതുകൊണ്ട് കാണട്ടെ എത്ര ശക്തി ഈ കൊലയാളികളുടെ കൈകളിലുണ്ട് എന്ന്. അതായത് തങ്ങൾക്ക് രാജ്യത്തിനു വേണ്ടി ജീവൻ പ്രാണൻ ത്യജിക്കാൻ വേണ്ടിയ വെമ്പൽ കൊണ്ടാണ് ഞങ്ങൾ തൂക്കുകയറിന് മുന്നിൽ നിൽക്കുന്നത്. അത് മറികടക്കാൻ വേണ്ടി കൊലപാതകത്തിനൊപ്പം ആ വെമ്പലിനെ കൂടി ഭയപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന് ഞങ്ങൾ കാണട്ടെ എന്ന് ചോദിക്കുകയാണ്. ആരാച്ചാരെ പ്രത്യേകം കൊണ്ടുവന്നതാണ് ഇവരെ തൂക്കിലേറ്റാൻ വേണ്ടി. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ആരാച്ചാറിനൊക്കെ പകരം പ്രത്യേകം ആരാച്ചാറിനെ കൊണ്ടുവന്ന് തൂക്കിലേറ്റുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 24 വയസ്സ് മാത്രമുള്ള തലപ്പാവ് ധരിച്ച ചുരുണ്ട മീശയുള്ള ആ പോരാളി, 24 വയസ്സുകാരനായ ധീര ദേശാഭിമാനി രക്തസാക്ഷികളുടെ രാജാവ്, അദ്ദേഹം ഇൻകുലാബ് സിന്ദാബാദ് എന്ന അവസാന വിളിയോടുകൂടി തൂക്കിലേറ്റപ്പെടുകയാണ്. അങ്ങനെ തൂക്കിലേറ്റ് 3 പേരുടെയും മരണം ഉറപ്പാക്കി. അങ്ങനെ ഇത് ദഹിപ്പിക്കണമല്ലോ. ഇത് ദഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പോലീസ് ദഹിപ്പിക്കുന്ന പ്രക്രിയകളെല്ലാം ലാഹോറിനകത്ത് തന്നെ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ പ്രധാന മേധാവി പറഞ്ഞു, ഇവിടെ പുക വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വരുന്ന 3 മൈലോളം നീണ്ടു നിൽക്കുന്ന വലിയ ജനരോക്ഷമാണ് ജയിലിന് പുറത്തുള്ളത്. അവർ ആ പുക കണ്ടു കഴിഞ്ഞാൽ രോക്ഷാകുലരാകും, അവർ ഈ ജയിലിലേക്ക് ഇടിച്ചു കയറും, നമുക്ക് അത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ എന്നാൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം, ഇത് പുറത്തെവിടെയെങ്കിലും ദഹിപ്പിക്കാം എന്ന് തീരുമാനിക്കും. അങ്ങനെ ഏറ്റവും അടുത്തുള്ളൊരു നദി തീരുമാനിക്കുകയും ആ നദി പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ വെള്ളമൊന്നും ഇല്ലാത്ത സാഹചര്യം. അപ്പോൾ അത് പ്രയാസമായി. അങ്ങനെ സജിലത്ത് എന്ന് പറയുന്ന ഒരു നദിക്കരയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി ഇത് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പുകപാളിയത് മുതൽ തന്നെ ഇവിടെ ഇതാണ് സംഭവം, ഇവിടെ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും ഇവിടെ ദഹിപ്പിക്കുന്നുണ്ട് എന്ന് വാർത്ത മനസ്സിലാക്കിയ ജനങ്ങളെല്ലാവരും സജിലത്ത് നദീതട തീരത്തേക്ക് കടന്നു വരികയാണ്. ഈ സമയത്ത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലായിരുന്നു പോലീസ്. കാരണം അവർക്ക് ഭയമായിരുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ തങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത ത്യാഗപൂർണമായി പ്രവർത്തനം നടത്തിയ അവരെയൊക്കെ അവസാനമായി പോലും കാണാൻ വേണ്ടി കഴിയാതെ കത്തിച്ച് കളയുകയാണ് ഉള്ള രീതിയിൽ കടന്നു വരുമ്പോൾ അവർക്ക് മുന്നിൽ പോലീസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. അവരെന്ത് ചെയ്തു, അവിടെ ദഹനം പകുതി പോലും ആവാത്ത ദഹനം അവിടെ നിർത്തി അവർ കടന്നു കളയുകയാണ് ഉണ്ടായത് പോലീസ്. അങ്ങനെ ഇത് കണ്ട് ഭഗത് സിംഗിന്റെ ഒക്കെ കുടുംബാംഗങ്ങൾ ഇതെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. പൂർണ്ണമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ അനാർക്കലി ബസാറിലേക്കൊക്കെ ഒരു 3 മൈലോളം നീണ്ടു നിൽക്കുന്ന വലിയ മാർച്ച് അല്ലെങ്കിൽ വിലാപയാത്ര, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന, ഭഗത് സിംഗിനോട് മുദ്രാവാക്യം വിളിക്കുന്ന, രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുന്ന വലിയ മാർച്ച് വിലാപയാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അനാർക്കലി ബസാറിലേക്ക് 3 പേരുടെയും മൃതശരീരം കൊണ്ടുവരികയും അവിടെ പിന്നെ ഏറ്റവും മാന്യമായ രീതിയിൽ ധീര പോരാളികളെ മറവ് ചെയ്യപ്പെടുന്ന, അതിനെ ദഹിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കാണ് മരണശേഷമുള്ള കാര്യങ്ങളെല്ലാം കടന്നത്. ഇവിടെ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്
ഭഗത് സിംഗിൻ്റെ ജനനം മുതൽ 907 മുതൽ സെപ്റ്റംബർ 27 മുതൽ ധനാഢ്യരായ ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പോരാളി, അദ്ദേഹത്തിൻ്റെ 24-ാം വയസ്സിൽ, ചെറുചെറുപ്പിൻ്റെ വയസ്സിൽ, വിദ്യാർത്ഥിത്വത്തിൽ, യുവാവിൻ്റെ കടന്നുവരവിൻ്റെ ഘട്ടത്തിൽ നമ്മളൊക്കെ ഗമിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ സമൂഹം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 24 വയസ്സുകാരൻ പഠനത്തിൻ്റെ PhD-യുടെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അത്തരം ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെച്ച നാസ്തികത്വം എല്ലാം വലിയ പാഠഭാഗങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന രാജ്യത്ത്. ആ സന്ദർഭത്തിൽ എന്താണ് ഈ കാലത്ത് ഭഗത് സിംഗിൻ്റെ പ്രസക്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഭഗത് സിംഗിനെ ഒരു തീവ്രവാദിയെ ചിത്രീകരിക്കാൻ, കോടതിയിൽ ബോംബെറിഞ്ഞ ആളായി ചിത്രീകരിക്കാൻ, ഭഗത് സിംഗ് ഒരു കൊലപാതകിയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ മാധ്യമ ബോധം ഇന്ന് നാട്ടിലുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞത്, വലതുപക്ഷ തീവ്രമായ, ഇടതുപക്ഷ വിരുദ്ധമായ സമീപനം തീർക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളാണ്. ഇടതുപക്ഷ വിരുദ്ധമായ ആശയ പരിസരം സൃഷ്ടിച്ചെടുക്കുക, അതിലൂടെ വലതുപക്ഷത്തെ കടന്നു കയറ്റിക്കൊണ്ടുവരിക. അതിന് ഉദാഹരണമാണ് മീഡിയ വണ്ണിലെ ദാവൂദ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്തത്. അദ്ദേഹം നോക്കൂ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ, ഭഗത് സിംഗിനെ വീഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു ചാനലിനകത്തിരുന്ന് ചർച്ച ചെയ്യുക. എന്ത് ധൈര്യത്തോടെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്? ഈ പൊതുസമൂഹത്തിന് മുന്നിൽ, യുവാക്കളെ മുന്നിൽ, ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് പറയാണ്, ദാവൂദ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഇരുന്നുകൊണ്ട് പറയാണ്, ഈ ഭഗത് സിംഗ് ഒരു മോശം ആളാണ് എന്ന് ചിത്രീകരിക്കപ്പെടുകയാണ്. അന്ന് KT കുഞ്ഞിക്കണ്ണൻ, സഖാവ് KT കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് യുവാക്കളിലും ഇരമ്പുന്ന പ്രതിഷേധം ഉയർത്തേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കുറവ് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടു. യുവാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ, താവൂദിനെതിരെ തീപ്പാറുന്ന വാക്കുകൾ കൊണ്ട് പേമാരി സൃഷ്ടിക്കേണ്ട രാവുകളിൽ അന്ന് നിശ്ചലമായിരുന്നു നമ്മുടെ യുവത്വം. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഭഗത് സിംഗിനെ സംബന്ധിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അടിമുടി നിറഞ്ഞ ജീവിത സാഹചര്യത്തെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ പിടിച്ചു നിർത്താൻ ഇത്തരം ചരിത്രങ്ങൾ കൊണ്ടേ ആകൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ഹൃദയപക്ഷം ഇടതുപക്ഷം എന്ന ഈ നവമാധ്യമ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി കഴിഞ്ഞതും വളരെ അഭിമാനപൂർവ്വം ഞാൻ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ഞാൻ മറ്റ് റെഫറൻസുകളൊന്നുമില്ലാതെ എൻ്റെ മനസ്സിൽ നിന്നും ഇത്തരത്തിൽ ഭഗത് സിംഗിനെ ഓർക്കുവെക്കപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഇതിനപ്പുറമാണ് ഭഗത് സിംഗ്. ഇനിയും ഒരുപാട് ഭഗത് സിംഗിൻ്റെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയാനുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഘട്ടമാണ്. ഇവിടെ ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ ആ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ മാറി നിന്നുകൊണ്ടാണ് ഇതിനകത്ത് പങ്കെടുത്തിരുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച അരിസഖാവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഖാക്കളെ, ലാൽ സലാം.